ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 ഓഗസ്റ്റിലെ പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി. 1923 ഒക്ടോബർ 20 അമ്പലപ്പുഴ പുന്നപ്ര വെന്തലത്തറ കുടുംബത്തിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് മുഴുവൻ പേര്. വി എസ് അച്യുതാനന്ദൻ്റെ മുഴുവൻ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ്. 1946 ഒക്ടോബർ 28 പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കുകയും കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാകുകയും ചെയ്തു. 1946 ഒക്ടോബർ 28 പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കുകയും കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാകുകയും ചെയ്തു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ. അത് ഓർത്തുവയ്ക്കുക. 1967 അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. 1970 വീണ്ടും അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരിക്കുളത്ത് നിന്നും നിയമസഭയിൽ എത്തി. 2001, 2006, 2011, 2016 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിൽ നിന്നും നിയമസഭയിൽ എത്തി. 1992, 2001, 2011 വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവായി. 2006 മെയ് 18 മുഖ്യമന്ത്രിയായി. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി വി എസ് അച്യുതാനന്ദൻ. 2006 മെയ് 18 മുഖ്യമന്ത്രിയായി. വി എസ് അച്യുതാനന്ദനാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. 2016 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാവുകയും 2021 ജനുവരിയിൽ സ്ഥാനമൊഴിയുകയും ചെയ്തു. സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. വി എസ് കേരള വികസന സങ്കല്പങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. വി എസ് അച്യുതാനന്ദൻ്റെ ഗ്രന്ഥങ്ങളാണ് സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, വി എസ് കേരള വികസന സങ്കല്പങ്ങൾ. 2025 ജൂലൈ 21 അന്തരിച്ചു. വി എസ് അച്യുതാനന്ദൻ അന്തരിച്ച തീയതി 2025 ജൂലൈ 21. മലയാളത്തിൻ്റെ സഹ്യസാനു വിടവാങ്ങി. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു. മംഗലത്ത് കേശവൻ സാനു എന്നാണ് മുഴുവൻ പേര്. ഈ പറയുന്നത് എം കെ സാനുവിനെ കുറിച്ചാണ്. എം കെ സാനു, എഴുത്തുകാരൻ എം കെ സാനു, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മംഗലത്ത് കേശവൻ സാനു എന്നാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ, ഏകാന്ത വീഥിയിലെ അവധൂതൻ, കർമ്മഗതി, ആത്മകഥ, സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ, അഭിനയകലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി എന്നിവയാണ് പ്രധാന കൃതികൾ. എം കെ സാനുവിൻ്റെ പ്രധാന കൃതികളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ, ഏകാന്ത വീഥിയിലെ അവധൂതൻ. എം കെ സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ, അഭിനയകലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1985, വയലാർ അവാർഡ് 1992, ആശാൻ അവാർഡ് 1994, എഴുത്തച്ഛൻ പുരസ്കാരം 2013, ദേശാഭിമാനി പുരസ്കാരം 2023 മുതലായ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്.
കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1985, വയലാർ അവാർഡ് 1992, ആശാൻ അവാർഡ് 1994, എഴുത്തച്ഛൻ പുരസ്കാരം 2013, ദേശാഭിമാനി പുരസ്കാരം 2023. ഈ പുരസ്കാരങ്ങളെല്ലാം MK സാനു നേടിയിട്ടുണ്ട്. 1987 എറണാകുളം മണ്ഡലത്തിൽ നിന്നും MLA ആയി നിയമസഭയിലെത്തി. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ചു. MK സാനു അന്തരിച്ച തീയതി 2025 ഓഗസ്റ്റ് 2. സിക്കിമിലെ യാക്ടനാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം. സിക്കിമിലെ യാക്ടനാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം. യൂലിയ സ്വിരിഡെൻകോയാണ് യുക്രൈനിൻ്റെ പുതിയ പ്രധാനമന്ത്രി. യൂലിയ സ്വിരിഡെൻകോയാണ് യുക്രൈനിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ഗുജറാത്താണ് ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ബ്രിട്ടൻ വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 കുറയ്ക്കാൻ ഒരുങ്ങുന്നു. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് മഹാരാഷ്ട്ര. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് മഹാരാഷ്ട്ര. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് വിലക്കി ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് വിലക്കി ഓസ്ട്രേലിയ. രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് കൊച്ചിയിൽ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ IAUയുടെ ഉൽക്കാപഠന നേതൃത്വ സമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാപഠന നേതൃത്വ സമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഉൽക്കാപഠനം എന്ന് കണ്ടു കഴിഞ്ഞാൽ അശ്വിൻ ശേഖർ എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഉൽക്കാപഠനം അശ്വിൻ ശേഖർ. കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സോണാലി മിശ്ര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായി. സോണാലി മിശ്ര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായി. അഭിജിത്ത് സേത്താണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. നിതിൻ ഗുപ്തയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. R ദൊരൈസ്വാമിയാണ് LICയുടെ പുതിയ CEO. LICയുടെ പുതിയ CEO R ദൊരൈസ്വാമി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി പ്രൊഫസർ ഉമ കാഞ്ചിലാലിനെ നിയമിച്ചു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി സംവിധായകൻ K മധുവിനെ നിയമിച്ചു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K മധു. പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി യൂറോപ്പിലെ അണ്ടോറയും ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായി അഹമ്മദാബാദും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം അബുദാബി, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം അണ്ടോറ, ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷനാണ് കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽ പാത. SBIയെ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തു. SBIയെ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തു. മേഘാലയയിലെ മൗസിൻറമ്മിലാണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്.
മേഘാലയയിലെ മൗസിൻഡമ്മിലാണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്